ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മുടെ SSCയുടെ കലണ്ടർ റിലീസ് ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിനേഷനാണ് SSC CGL എന്ന് പറയുന്നത്, അല്ലേ? സെൻട്രൽ ഗവൺമെന്റിന്റെ CGL എക്സാമിനേഷൻ, കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ, ഗ്രാജുവേഷൻ കഴിഞ്ഞ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷനായ SSC CGL. പവറിന്റെ കാര്യത്തിലായാലും മണിയുടെ കാര്യത്തിലായാലും ഏറ്റവും നല്ല ഡിപ്പാർട്ട്മെന്റ് കാര്യം ആലോചിച്ച് നോക്കിയാലും എല്ലാത്തിലും ഒന്നാമതാണ് നമ്മുടെ SSC CGL എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ടൈം അടുത്തു എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. SSCയിൽ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് നടക്കാൻ പോകുന്ന ഒരു എക്സാമിനേഷനാണ് SSC CGL എന്ന് പറയുന്നത്. അപ്പോൾ ആ CGLന് വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയുള്ള ഒരു വലിയൊരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ SSC CGL 2025 90 ഡേയ്സ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ നോക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ ഇനി ഉള്ളത് വെറും 3 മാസത്തിന്റെ ടൈമാണ്. 3 മാസ ടൈം കൊണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ എന്ത് കൊടുക്കുക, എഫിഷ്യൻ്റ് ആയിട്ട് നിന്ന് പഠിച്ച് നമ്മൾ നേടാനായിട്ട് നോക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. അപ്പം എന്തായാലും അതെങ്ങനെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഡേറ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു കാണും. SSC കലണ്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ SSC CGL ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ 9th June 2025 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നത്, അല്ലേ? 9 ജൂണിനാണ് റിലീസ് ആവുമെന്ന് പറയുന്നത്. അപ്പോൾ 9 ജൂൺ തൊട്ട് 4 ജൂലൈ വരെ ആയിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ അടയ്ക്കാൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത്. പേയ്മെൻറ്റും എല്ലാം സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് 9th ജൂൺ തൊട്ട് 4th ജൂലൈ വരെയാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CGL Tier 1 എക്സാമിനേഷൻ 13 തൊട്ട് 30 ഓഗസ്റ്റ് വരെയുള്ള ടൈമാണ് പറയുന്നത്. 13 മുതൽ 30 ഓഗസ്റ്റ്, അതായത് ഓഗസ്റ്റിലാണ് നമ്മുടെ എക്സാം വരുന്നത്. അത് മാത്രമല്ല 13-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന് ചിലപ്പോൾ മുന്നോട്ട് ചേഞ്ചസ് ഉണ്ടാവാം, പക്ഷേ എന്നാൽ പോലും നമ്മുടെ മുന്നിൽ ഇപ്പോൾ എന്താണ്, ഇതാണ് യഥാർത്ഥ കലണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കലണ്ടർ അനുസരിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പഠിത്തം നേരെ കൊണ്ടുപോകണമെങ്കിൽ ആ ഒരു കൃത്യമായ സ്റ്റഡി സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായേ പറ്റുള്ളൂ. എല്ലാ എക്സാമിനെയും ഈസി ആയിട്ട് കാണുന്ന പോലെ കാണാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല SSC CGL എന്ന് പറയുന്നത്. അതിൻ്റെതായ രീതിയിൽ കണ്ടു പഠിച്ചിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നേടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല SSC CGL. അത് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡെഡിക്കേഷൻ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് ആദ്യം തന്നെ കൃത്യമായി മനസ്സിലാക്കിക്കോളാം. 3 മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് തീരാൻ പറ്റുന്ന ഒരു കാര്യമല്ല SSC CGL ആയിക്കോട്ടെ, അല്ലെങ്കിൽ SSC CGLന്റെ സിലബസ് ആയിക്കോട്ടെ. അപ്പോൾ അത് കൃത്യമായി നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈവൻ നമ്മൾ പറയുന്ന പോലെ SSCയുടെ എല്ലാ സിലബസിലും വരുന്ന പോലെ തന്നെ ഇംഗ്ലീഷ്, GK, റീസണിങ്, മാത്സ്, ഇത്ര ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ വരുന്നതെന്നുള്ളൊരു ചിന്താഗതി അല്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ. ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ് ലെവലിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് അത് തന്നെ പ്രതീക്ഷിച്ച് വേണം നിങ്ങളായിട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 25 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പാർട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ 25 ക്വസ്റ്റ്യൻസിൽ നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും മാക്സിമം ശരിയാക്കാനുള്ള ശ്രമത്തിലേക്ക് നമ്മൾ ഉണ്ടായി വരണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് ചോദിക്കുന്നത്. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിനാണ് ചോദിക്കുന്നത്. ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ. 60 മിനിറ്റ്സ് ആണ് നിങ്ങളുടെ ടൈം ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ടൈം വരുന്നത് 60 മിനിറ്റ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതും വലിയൊരു ടാസ്ക് തന്നെയാണ്. ആ ഒരു 100 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ കൊണ്ട് പഠിക്കുക എന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, 100 ക്വസ്റ്റ്യൻസ് 1 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അതിന് നമുക്ക് കൃത്യമായ പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പാറ്റേൺ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചെത്തിയാൽ മാത്രമേ, അത്രയും സ്പീഡും ആക്യുറസിയും ഉപയോഗിച്ച് നിങ്ങൾ ചെയ്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു 3 മാസം കൊണ്ട് ഒരു ബേസും അറിയാത്ത ഒരാളെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അത്യാവശ്യം ബേസ് ഒക്കെ കവർ ചെയ്ത് സിലബസ് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരാളെ കൊണ്ട് മാത്രമേ ഇങ്ങനെ ഒരു എക്സാം ക്വാളിഫൈ ആവാനായിട്ട് ശരിക്കും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഫേസ് വൈസ് പ്ലാൻ നമുക്ക് 90 ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആ 90 ഡേയ്സിനെ എങ്ങനെ യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒട്ടും ബേസ് ഇല്ല, ഒട്ടും സിലബസ് അറിയാത്ത ഒരാളാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. അത്യാവശ്യം നിങ്ങൾ നോളജ് ഉണ്ട്, ഇതൊക്കെയാണ് മാത്സിന്റെ വിഭാഗത്തിൽ നിന്ന് വരുന്നത്, ഇതൊക്കെയാണ് പോർഷൻസ്, ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരും എന്നുള്ളൊരു കോമൺ ലോജിക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെന്ത് ചെയ്യാം, അത്യാവശ്യം നിങ്ങൾക്ക് പഠിച്ച് പോകാമെന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പോൾ ഫേസ് 1 എന്ന് പറയുന്നത്
നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. 3 മാസം ഉണ്ടല്ലോ, ഓരോ മാസമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നെ പഠിക്കാം. അതെങ്ങനെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 30 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ബേസിക്കുകൾ കവർ ചെയ്യണം. കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ബേസിക്സ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും ഇത്ര ഡേയ്സ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെയിലി എല്ലാ സബ്ജക്റ്റിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓരോ സബ്ജക്റ്റിനും നമുക്ക് തള്ളിക്കളയാനുള്ളൊരു സമയമില്ല. CGL എക്സാമിനേഷൻ ആണ്. എല്ലാ സബ്ജക്ട്സിനും അതിൻ്റെതായ വാല്യൂ കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം. കാരണം എല്ലാ ഭാഗത്തു നിന്നും എത്രയാണ്, 25 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 25 ക്വസ്റ്റ്യൻസിൽ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസ് എങ്കിലും മാക്സിമം ശരിയാക്കാനായിട്ട് നോക്കണം, ഇല്ലേ? ആ ഒരു പോയിന്റ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു എക്സാം കൃത്യമായി ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് കോൺസെപ്റ്റ്. നിങ്ങൾ ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് എടുത്ത് പഠിച്ചവരായിരിക്കാം, ഓഫ്ലൈൻ ക്ലാസ് എടുത്ത് പഠിച്ചവരായിരിക്കാം, യൂട്യൂബ് നോക്കി പഠിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡി ചെയ്യുന്നവരായിരിക്കാം, ബുക്കൊക്കെ നോക്കി വെച്ച് പഠിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു തവണ നിങ്ങൾ ക്ലിയർ ചെയ്തവരായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മനസ്സിലാക്കണം, ആദ്യത്തെ 30 ദിവസം നിങ്ങൾ ഈ കോൺസെപ്റ്റുകൾ മാത്രം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് മാത്രമേ ഫസ്റ്റ് ടൈമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അടുത്ത ഒരു 30 ദിവസം അല്ലെങ്കിൽ രണ്ടാമത്തെ മാസത്തിലേക്കാണ് നിങ്ങൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് സെഷനിലേക്ക് പോവേണ്ടത്. ആദ്യമേ ആ ഒരു ഇൻറ്റൻസ് മോഡ് കൊണ്ടുവന്നിട്ട് പിന്നെ പഠിക്കാമെന്നോ, പിന്നെ എന്താണ് ആ ഒരു ഇൻറ്റൻസ് മോഡിൽ തന്നെ കീപ്പ് ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നെന്ന് വരത്തില്ല. ആദ്യം നമ്മളൊരു സ്ലോ പേസിൽ തന്നെ തുടങ്ങാൻ നോക്കണം. എന്ന് പറഞ്ഞാൽ സ്ലോ പേസിൽ തുടങ്ങിയാൽ പോലും എന്നും കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ നോക്കണം. നമ്മുടെ ഏറ്റവും വലിയൊരു കീ എന്ന് പറയുന്നത് കണ്ടിന്യൂറ്റി ആണ്. നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കണം എന്ന് പറയുന്നതെങ്കിൽ പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് നിന്ന് പഠിക്കുന്നെങ്കിൽ മാത്രമേ നമുക്കൊരു എക്സാം ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് വരുന്നൊരു മിസ്റ്റേക്ക്. ഒരു 3 മാസം ഉണ്ടെങ്കിൽ അടുത്ത 2 മാസം നമ്മൾ എന്ത് ചെയ്യാം, കൃത്യമായി പഠിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ല. ഓരോ ദിവസവും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി പഠിച്ചു പോകണം. ആ ഒരു ടൈം ടേബിൾ കീപ്പ് ചെയ്ത് തന്നെ പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോളട്ടെ. അപ്പോൾ രണ്ടാമത്തെ മാസം നമ്മൾ ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യും. അതായത് എല്ലാ പോർഷൻസും നമ്മൾ കവർ ചെയ്തു, ഒന്ന് ഓട്ടിച്ചെങ്കിലും നമ്മൾ എല്ലാ പാഠങ്ങളിലൂടെയും കടന്നുപോയി. അപ്പോൾ മാത്സ് ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ ഒരു മാസത്തിൻ്റെ ടൈം എടുക്കുമ്പോൾ ഒരു മാസം നമ്മളിപ്പോൾ മാത്സ് എടുക്കുന്നതിന് ആദ്യത്തെ ഒരു 2 ദിവസം നമുക്ക് റേഷ്യോയിലേക്ക് അല്ലെങ്കിൽ പെർസെൻറ്റേജിന് ടൈം കൊടുക്കുകയാണ്. അടുത്ത 2 ദിവസം നമ്മൾ റേഷ്യോ എടുക്കുകയാണ്. അടുത്ത 2 ദിവസം നമ്മൾ ആവറേജ് പഠിക്കുകയാണ്. ഇങ്ങനെ ഓരോ പാഠങ്ങളും ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതിൻ്റെ നോട്ട് ഡൗൺ ചെയ്യുക, പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുക, ഫോർമുലാസ് നോട്ട് ഡൗൺ ചെയ്യുക. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുക, നോട്ടിൽ കീപ്പ് ചെയ്ത് വയ്ക്കുക. അപ്പം നമുക്ക് രണ്ടാമത്തെ മാസമായിട്ടുള്ള ഇൻറ്റൻസീവ് പ്രാക്ടീസ് സെഷൻ വരുമ്പോഴേക്കും നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, PYQs ആയിരിക്കും ചെയ്യുന്നത്. ബുക്ക് നോക്കി കുറേ ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റിൽ നിന്നും ചെയ്തു പോകുന്നു. ഡെയിലി ഒരു 50-60 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിച്ചു പോകുന്നു. അങ്ങനെ പഠിച്ചു പോകുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ബുക്ക് വേണം. നമ്മൾ തന്നെ എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഒരു നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മറിച്ച് നോക്കി എന്ത് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് കണ്ടെത്താം. അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ വളരണം. ആദ്യം ഒരു സമയം നിങ്ങൾ നോട്ട് പ്രിപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് വീഡിയോസോ അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സോ ഓഫ്ലൈൻ ക്ലാസ്സോ എങ്ങനെ അറ്റൻഡ് ചെയ്താലും ആ ഒരു മാസത്തിൻ്റെ ക്ലാസ് അങ്ങ് കംപ്ലീറ്റ്ലി കണ്ടു തീർക്കണം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണെങ്കിലും പഠിക്കുന്നതായാലും നിങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അതായത് ആ ഒരു മാസം നിങ്ങൾ കംപ്ലീറ്റ്ലി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. എല്ലാ സബ്ജക്ട്സിൽ നിന്നും ഡെയിലി പഠിച്ചു പോവുക. പഠിച്ചു പോയതിനു ശേഷം 2-ാം മാസം അതിൻ്റെ പ്രാക്ടീസും PYQs തുടരുക. 3-ാമത്തെ മാസത്തിലായിരിക്കണം നിങ്ങൾ ഫുൾ ലെങ്ത് മോക്കുകളും റിവിഷനുകളും ചെയ്യുക. ഫുൾ ലെങ്ത് മോക്കുകൾ എല്ലാ ദിവസവും മോക്ക് ചെയ്യുക, റിവൈസ് ചെയ്യുക. കാരണം മോക്ക് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുക എവിടെയൊക്കെയാണ് നിങ്ങൾ മിസ് ചെയ്തതെന്ന്, ഏതൊക്കെയാണ് നിങ്ങളുടെ സ്ട്രോങ് പോയിന്റ്സ് എന്ന്, എവിടെയൊക്കെയാണ് നിങ്ങൾ ഏതൊക്കെ പോർഷൻസ് ആണ് സ്കിപ്പ് ചെയ്ത് പോയതെന്നൊക്കെ ഉള്ളൊരു അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നത് കൃത്യമായിട്ടുള്ള ഒരു മോക്ക് അനാലിസിസിലൂടെ. അതിനാദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായി പഠിച്ചു വന്നാലേ ഏതൊക്കെ ഭാഗം വിട്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഇതാണ് കൃത്യമായ ഒരു സ്റ്റഡി സ്ട്രാറ്റജി എന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നിങ്ങൾ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നു. രണ്ടാമത്തെ ടൈം അതിൻ്റെയൊക്കെ പ്രാക്ടീസും PYQs ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു. 3-ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത് മോക്ക് അടിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും എന്തുകൊണ്ടാണ് അവിടെ ഒരു പോയിന്റ് എന്ത് ചെയ്യുന്നത്, എനിക്ക് ഒരു മാർക്ക് കുറഞ്ഞത് എന്താണ്. അപ്പം നിങ്ങൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ശരിക്കും മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് വരാനുള്ള ഒരു കണ്ടീഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ ലെങ്ത് മോക്കും റിവിഷൻസും ഇനി ചെയ്ത പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കിടക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമം ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങളുടെ അടുത്ത് ബേസിക്കലി നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല, നമുക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അല്ലേ. ഓഡിയൻസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുന്നവർ, സെൽഫ് സ്റ്റഡി ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പോയി അറ്റൻഡ് ചെയ്യുന്നവർ കാണും.
പോട്ടെ, ഇനിയിപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പഠിക്കുന്നവർ കാണും, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ കാണും. അങ്ങനെ പല സെറ്റ് ഓഫ് ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 6 to 8 hours സ്റ്റഡി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ. കാരണം നിങ്ങളുടെ ടൈം നിങ്ങളുടെ കയ്യിലാണുള്ളത്. അപ്പോൾ എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ ശ്രമിക്കണം. ചിലപ്പോൾ 6 മണിക്കൂറേ നിങ്ങൾക്ക് ഡെയിലി കിട്ടുമായിരിക്കുള്ളൂ. ആ 6 മണിക്കൂർ കിട്ടുന്ന ചിലപ്പോൾ നിങ്ങൾ 10 മണി തൊട്ട് 5 മണി വരെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, രാവിലെ എണീറ്റ് ഒരു 6 മണി തൊട്ട് 8 മണി വരെയെങ്കിലും മിനിമം പഠിക്കാൻ, അല്ലെങ്കിൽ 6 മണി തൊട്ട്, അല്ലെങ്കിൽ 5 മണിക്ക് എണീറ്റാൽ ഒരു 6 മണി തൊട്ട് 7 മണി വരെയെങ്കിലും 1 മണിക്കൂറെങ്കിലും അവിടെ മാക്സിമം കിട്ടാനായിട്ട് നോക്കണം. രാത്രി എത്രത്തോളം ഇരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു 12 മണി വരെ. ഒരുപാട് ഓവർ സ്ട്രെയിൻ ചെയ്യണമെന്നും നമ്മൾ പറയുന്നില്ല. ഒരു 3 മണിക്കൂർ അവിടെ കിട്ടുകയാണെങ്കിൽ ഡെയിലി ഒരു 5 മണിക്കൂറോ 4 മണിക്കൂറോ കിട്ടിയാലും ഓക്കെയാണ്. പക്ഷേ SSC CGL പോലൊരു എക്സാമിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതിന് ഉറപ്പായിട്ടും നമ്മൾ അതിന് വേണ്ടിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതൊരു സത്യമായ ഒരു കാര്യമാണ്. അത് നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. നമ്മൾ ഒട്ടും ചെറുതായിട്ട് പഠിച്ചിട്ട് പോയാൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമിനേഷൻ അല്ല. അതിന് അതിൻ്റേതായ എഫേർട്ട് നമ്മൾ ഇട്ടേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ 6 to 8 hours സ്റ്റഡി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം, എങ്ങനെയാത്ത ഓഡിയൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾ മാക്സിമം പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത് ഡെയിലി ബേസിസിൽ, ഒരു ഡെയിലി ബേസിസിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെയിലി വൊക്കാബ്സ്, അത് ഈ ഒരു 90 ദിവസം ഉണ്ടെങ്കിൽ ആ 90 ദിവസവും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ എന്നും കീപ്പപ്പ് ചെയ്തു പോവേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൊക്കാബ് സെഷൻസ് പഠിക്കുക. വൊക്കാബ്, ഇംഗ്ലീഷിലെ വൊക്കാബ്സ് മാത്രം ഡെയിലി പഠിച്ചു പോവുക. സിനോണിയംസ്, ആന്റോണിയംസ്, ഇഡിയംസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി വൊക്കാബ് സെഷൻ ആയിട്ട് തന്നെ കണ്ടു പഠിക്കുക. ഡെയിലി ഒരു 50 ഒരു 15 വേർഡ്സ് എങ്കിലും ഒരു രീതിയിൽ നിങ്ങൾ പഠിക്കാനായിട്ടുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് കഴിഞ്ഞിട്ട് ഡെയിലി കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ ന്യൂസ് പേപ്പറിൽ അപ്പോൾ വരുന്ന അപ്ഡേറ്റ്സുകൾ വായിക്കുക, ഹെഡ്ലൈൻസ് വായിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ ന്യൂസ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ നോക്കിക്കാണുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എപ്പോഴും ഇൻ്റർനാഷണൽ ആയിട്ടുള്ള, ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസുകൾ അറിയാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അത് പോട്ടെ, ഇനിയിപ്പോൾ ഡെയിലി ലിമിറ്റിലെങ്കിലും അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി ഇങ്ങനെയൊക്കെ കറണ്ട് അഫേഴ്സുകൾ കാണും അല്ലേ, നിങ്ങൾക്ക് PDF കമ്പൈലേഷൻസ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ PDFകൾ വായിച്ച് പഠിക്കാവുന്നതും നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു എഫേർട്ട് ഉണ്ടാവണം കറണ്ട് അഫേഴ്സും വൊക്കാബിനും വേണ്ടി. കാരണം അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് നമ്മുടെ എക്സാമിൽ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെയിലി മാത്തമെറ്റിക്കൽ ഓപ്പറേഷനാണ്. നമുക്ക് എവിടെയാണ് ടൈം പോകുന്നത്? ഇംഗ്ലീഷിലും GKയ്ക്കും നമുക്ക് ഒരുപാട് ടൈം പോകുമോ? ഇല്ല, നമുക്ക് വലിയ ടൈമൊന്നും ഇംഗ്ലീഷും GKയിലും പോകത്തില്ല. നമുക്കൊരു 5-10 മിനിറ്റ് എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമേ ഇംഗ്ലീഷിലും GKയിലും വരുന്നുള്ളൂ. നമ്മുടെ അതത്രേ നമ്മൾ പഠിച്ചു വന്ന ഒരു സാധനമാണ്. പക്ഷെ നമ്മുടെ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷനിൽ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാം, മിസ്റ്റേക്സ് വരാം. അതിപ്പോൾ റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, നമ്മളെപ്പോഴും കുറച്ചൊന്ന് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ പതിയെ ചെയ്യാനുള്ള ഒരു ബ്രെയിനിൻ്റെ മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ബ്രെയിൻ അങ്ങനെയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ ഇടയ്ക്കൊക്കെ വെച്ച് കാൽക്കുലേറ്റേഴ്സിലൊക്കെ ചെയ്ത് പഠിച്ചതുകൊണ്ട് നമുക്ക് അങ്ങനെയായിരിക്കും നമ്മുടെ സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇനി തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 15 ഒരു 20 എത്രയെങ്കിലും ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് സ്വന്തമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡിവിഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഡീഷൻ ആയിക്കോട്ടെ, ഏതെങ്കിലും കുറച്ച് നമ്പേഴ്സ് എടുക്കുക, അതിനെ സ്വന്തമായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തോ പഠിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് കാൽക്കുലേറ്റ് അടിച്ച് നോക്കുക, നിങ്ങളുടെ ആൻസർ അതും ശരിയാണോ നോക്കുക. അങ്ങനെ അല്ലെങ്കിൽ ഒരുപാട് ആപ്പുകൾ കിട്ടും നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലാണെങ്കിൽ, ഇങ്ങനത്തെ മൾട്ടിപ്ലിക്കേഷൻ നമ്മുടെ ഈസി ആക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മളെ സ്പീഡ് ആക്കാനുള്ള കുറച്ച് സാധനങ്ങൾ കിട്ടും. അതൊക്കെ വാങ്ങിച്ച് വെച്ച് പഠിക്കുക. മെന്റൽ കാൽക്കുലേഷൻ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻട്രോഡ്യൂസ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഓപ്പറേഷൻ മാത്തമെറ്റിക്കൽ സാധാരണ നമ്മളിപ്പോൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിന് എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സ്റ്റെപ്പ് അപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡെയിലി മാത്തമെറ്റിക്കൽ ഓപ്പറേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് പഠിക്കുന്നതായിരിക്കാം. നിങ്ങൾ 10 വരെ മാത്രമല്ല, ഒരു 20 വരെയുള്ളെങ്കിലും ടേബിൾസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ സ്ക്വയർ റൂട്ട്സ്, ക്യൂബ് റൂട്ട്സ്, സ്ക്വയേഴ്സ്, ക്യൂബ്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ വാല്യൂസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ്റെ സമയത്ത് നിങ്ങളിപ്പോൾ ട്രിഗ്നോമെട്രി അല്ലെങ്കിൽ എന്താണ് ആൾജിബ്ര, അതുപോലെയൊക്കെ കുറേ ഇക്വേഷൻസ് വരുന്ന ഇതുണ്ട് അല്ലേ, മെൻസുറേഷൻ, ഇങ്ങനെയൊക്കെ വരുന്ന ചാപ്റ്റേഴ്സിലെ ആ ഒരു ഫോർമുലാസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ. അതെന്നും ഡെയിലി എടുത്ത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് പോവുക. ജസ്റ്റ് ഒന്ന് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ പഠിക്കില്ലേ, A+B the whole square equal to A square plus B square plus 2AB എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പണ്ട് കാണാതെ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 15 മിനിറ്റോ ഒരു 30 മിനിറ്റോ ചുമ്മാ ഒന്ന് നിങ്ങളുടെ ബുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാനായിട്ട് വേണ്ടി എന്ത് ചെയ്യുക, ഒന്ന് മറിച്ച് നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ആ ഒരു എന്താണ് ഫോർമുലയായിട്ട് യൂസ്ഡ് ആവും.
അങ്ങനെ ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് പഠിക്കുന്നത് എങ്ങനെ അത് ചുമ്മാ എന്നും കേട്ട് കേട്ട് പഠിക്കുന്ന പോലെ തന്നെയാണ് ഇങ്ങനെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് സ്റ്റഡിയും കൂടെ നിങ്ങളുടെ മെത്തേഡിൽ ഉണ്ടാക്കി തുടങ്ങുക. അപ്പോൾ അതിന് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഫോമുലാസ് നിങ്ങൾ കാണാതെ പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് സ്പീഡും ആക്യുറസിയാണ്. നമുക്ക് കൃത്യമായിട്ട് സ്പീഡും ആക്യുറസിയും ഉപയോഗിച്ചാൽ മാത്രമേ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ നമുക്ക് മുന്നേ ചെയ്ത് തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് എന്നും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. 6 to 8 hours ആണോ നിങ്ങളുടെ എത്ര ടൈമാണോ കിട്ടുന്നത് അത് മാക്സിമം നിങ്ങൾ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ഡെയിലി ബേസിസിൽ ഇത്ര സാധനങ്ങളിൽ ഒരു 10 മിനിറ്റേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും 10 മിനിറ്റ് വൊക്കാബ്, 10 മിനിറ്റ് കറണ്ട് അഫേഴ്സ്, 10 മിനിറ്റ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷന് വേണ്ടിയായിട്ട് മാറ്റി വച്ചേ പറ്റുള്ളൂ. അങ്ങനെ മാറ്റിയാൽ മാത്രമേ ഓരോ സബ്ജക്റ്റും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ ഡെയിലി പ്രാക്ടീസുകൾ ചെയ്യുക. ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം നമ്മൾ ചെയ്യുന്നെങ്കിൽ മാത്രമേ അതിന് സക്സസ്ഫുൾ ആയിട്ട് മാറാനായിട്ട് പറ്റുള്ളൂ. അത് കഴിഞ്ഞ് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. അത് കഴിഞ്ഞ് അപ്ഡേറ്റ് ആയിരിക്കുക. എപ്പോഴും സ്റ്റേ അപ്ഡേറ്റഡ് ആയിരിക്കണം. അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റഡ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു 3 മാസം മുന്നെയാണ് കറണ്ട് അഫേഴ്സിൽ തന്നെ അപ്പോയിൻമെൻറ്റ്സ് പഠിച്ചത്. അപ്പോൾ അന്ന് അപ്പോയിൻറ്റ് ചെയ്തവരായിരിക്കില്ല റീസെൻ്റ്ലി അപ്പോയിൻമെൻറ്റിലുള്ളത്. ഓക്കെ, ആ ഒരു ചേഞ്ച് ഉണ്ടാവും. പുതിയ ചെയർമാനെയൊക്കെ ആക്കി കാണും. അപ്പോൾ എപ്പോഴും നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഉള്ള കറണ്ട് അഫേഴ്സ് അനലൈസ് ചെയ്ത് തന്നെ പോകണം, അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതാണ് നമ്മൾ പറയുന്നത്. അതൊരു സ്കോറിംഗ് സെക്ഷനാണ്. എപ്പോഴും ജി കെക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. കാരണം മറ്റൊരാളിൽ നിന്നും നമുക്ക് വ്യത്യസ്തമായിട്ട് മാർക്ക് കിട്ടുന്ന എവിടെയാണ്, അത് ഏതിലാണ്, ജി കെയിലാണ്. ആ ജി കെ നമ്മൾ പ്രോപ്പർലി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റ് സ്കിൽസ് പഠിക്കണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റുകളും PYQs അറ്റൻഡ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 3 മിനിറ്റ് എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ നാളെ ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 മിനിറ്റ് എടുത്തേ ചെയ്യാവും. അങ്ങനെയുള്ള സ്പീഡ് പ്രോസസ്സിങ് നിങ്ങൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അത് കഴിഞ്ഞ് റെഗുലർ റിവിഷൻ. എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കുന്ന സാധനം ജസ്റ്റ് എങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, മറിച്ച് നോക്കിയിട്ടേ കിടക്കാവൂ. അതായത് ജി കെയുടെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ എഴുതിയ പോയിന്റ്സ് ജസ്റ്റ് എങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, കിടക്കുന്നതിന് മുമ്പ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, കിടക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഫോൺ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ രാത്രി സ്പെൻഡ് ചെയ്യുന്ന ടൈം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ ഒരു 5 മിനിറ്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ടും കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലേക്ക് അതെന്ത് ചെയ്യും, പ്രോസസ്സായി നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് നിങ്ങളുടെ എന്ത് ചെയ്യുക, റിവ്യൂ പെർഫോമൻസ് റിപ്പോർട്ട് ആൻഡ് വർക്ക് ഓൺ വീക്ക് ഏരിയാസ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ഏത് ഏരിയയിലാണ്, അതുപോലെ തന്നെ ഏറ്റവും വീക്ക് ഏരിയ ഏതാണ്. ഒരു എക്സാം നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവൂ ഈ പോർഷൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല, ഏതൊക്കെ സ്കിപ്പ് ചെയ്യണം. ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാ പോർഷൻസും പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലർക്കൊക്കെ ആൾജിബ്ര ഭയങ്കര പാടാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ പോർഷൻസ് വിട്ടിട്ട് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാൻ നോക്കുക. അല്ലെങ്കിൽ വീക്ക് ഏരിയ, വേറെ ഏതെങ്കിലും വീക്ക് ഏരിയ ഉണ്ടെങ്കിൽ അതെങ്കിലും ബെറ്റർ ആക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കുറേ കാൽക്കുലേഷൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഉണ്ടാവണം. എല്ലാം നമുക്ക് പറഞ്ഞു തരാനായിട്ട് വരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളായിട്ട് മനസ്സിലാക്കിയെടുക്കണം ഏതാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, ഏതാണ് വീക്ക് ഏരിയ, എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അവിടെ നിന്ന് വരുന്നത് എന്നുള്ളൊരു പ്രോസസ്സിങ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, ഇനി നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ടത്. ഇപ്പോൾ ടൈംലി ബേസിസിൽ പഠിക്കാൻ പറ്റുന്നവരുണ്ട്. ഓക്കെ, അതായത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വരുന്ന സമയത്ത് ഒരു 3 മാസത്തിൻ്റെ ടൈം ഉണ്ടെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ പഠിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ടൈംലി ബേസിസിൽ നിങ്ങൾ പഠിക്കാം. ടൈംലി ബേസിസ് എന്ന് പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റിലും ഇത്ര മണിക്കൂർ വീതം ഞാൻ കൊടുത്ത് പഠിക്കുമെന്നതാണ് ടൈംലി ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇംഗ്ലീഷിന് 2 മണിക്കൂർ, ജനറൽ അവയർനെസ്സിന് 2 മണിക്കൂർ, അതുപോലെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സിന് 2 മണിക്കൂർ, റീസണിങ്ങിന് 2 മണിക്കൂർ, അങ്ങനെ മൊത്തം 8 മണിക്കൂറായില്ലേ. ഞാൻ പറഞ്ഞില്ലേ 6 to 8 മണിക്കൂറാണ് മിനിമം ഒരാൾക്ക് വേണ്ടത്. കാരണം ഒരു സബ്ജക്റ്റിന് 2 മണിക്കൂറെങ്കിലും കൊടുത്താലല്ലേ നമുക്ക് ആകെപ്പാടെ ഒരു 30 അല്ലെങ്കിൽ 20ഓളം ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ബേസിക് കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ അത്യാവശ്യം ടൈം കൊടുത്താലേ നമുക്ക് ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ അതില്ലെങ്കിൽ പോലും 1 മണിക്കൂറെങ്കിലും മിനിമം കൊടുക്കാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം കേട്ടോ. അപ്പോൾ 1 മണിക്കൂറെങ്കിലും മാക്സിമം പഠിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവണം. അപ്പോൾ ഈ പറയുന്ന പോലെ ഇംഗ്ലീഷിന് 2 മണിക്കൂർ, ആ 2 മണിക്കൂർ എപ്പോൾ കൊടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഒരു 2 മണിക്കൂറെങ്കിലും എനിക്ക് ഡെയിലി പഠിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളെ കൊണ്ട് എന്തായാലും പഠിക്കാൻ പറ്റും. അപ്പോൾ ഇംഗ്ലീഷ് 2 മണിക്കൂർ പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, GK പഠിക്കുക, മാത്സ് പഠിക്കുക, റീസണിങ് പഠിക്കുക. ചിലപ്പോൾ ഇനി നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും ഇതിലെനിക്ക് റീസണിങ് നല്ല സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞ് ഒരു സബ്ജക്റ്റിനെ കുറച്ചങ്ങ് തള്ളി വെക്കരുത്. അതായത് ഇപ്പോൾ നിങ്ങൾ 4 സബ്ജക്റ്റ് ആണ് നമുക്ക് വരുന്നത്. ആ 4 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്, എനിക്കത് നോക്കേണ്ട കാര്യം ഇല്ല എന്ന് വിചാരിക്കരുത്.
അതായത് അതിനൊരു 15-20 മിനിറ്റെങ്കിലും ഡെയിലി അപ്ഡേറ്റ് ചെയ്ത് പോകണം. കാരണം നമുക്കൊരു ടച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു ഇമ്പൾസ് ഉണ്ടല്ലോ, അത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് വീണ്ടും റിക്കവർ ചെയ്തെത്താൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രോപ്പർ ടൈം കൊടുക്കുക. അതായത് ഇപ്പോൾ സബ്ജക്റ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ എന്താണ്, ഓക്കെ, ഈ പറയുന്ന പോലെ ഇപ്പോൾ സബ്ജക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിച്ചോ, ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെന്ന് വിചാരിച്ചു, അതായത് GK നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, അതെനിക്ക് കുറേ സമയം കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു അരമണിക്കൂറെങ്കിലും മിനിമം അതിന് വേണ്ടി കൊടുക്കുക. അത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് വരുന്നത് ഏതിനാണ്, ഈ റീസണിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ റീസണിങ് എനിക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല, അതിനെ ഞാൻ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെ ചെയ്യരുത്. ഡെയിലി ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും ഓരോ യൂണിറ്റിൽ നിന്ന് നിങ്ങൾ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഓരോ യൂണിറ്റ് അല്ല, ഓരോ പോർഷൻസിൽ നിന്ന് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഓക്കെ ആണോ? ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പോൾ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഗ്രാമർ, നൗൺ, വെർബ്, പ്രിപ്പോസിഷൻ ആണ് ഒന്നാമത്തെ ഡേ നിങ്ങൾ പഠിക്കുന്നത്. അടുത്ത ദിവസം എന്ത് ചെയ്യുക, ബേസിക് ഗ്രാമറും അഡ്ജക്റ്റീവ്, ടെൻസ്, ആർട്ടിക്കിൾസ്, കൺജക്ഷൻസ്, ഒരു ഐഡിയ ആണ്. അതായത് എന്ത് പഠിക്കണം എന്നുള്ളൊരു ദിവസം. ഒരുപാട് വാരി വലിച്ച് നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷെ കുറച്ച് പോർഷൻസ് നമുക്ക് അവിടെ പഠിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നൗൺ എടുക്കുകയാണെങ്കിൽ നൗണിൻ്റെ PYQs നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ അടിച്ച് നോക്കുമോ, അല്ലെങ്കിൽ ഗൂഗിളിലെ ക്വസ്റ്റ്യൻസ് അടിച്ച് നോക്കുക, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ബുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും PYQs ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്തായാലും പഠിച്ചു പോകാം. ഇനി അത് ജനറൽ അവയർനെസ് ആണെങ്കിൽ, ആൻഷ്യൻ്റ് ഹിസ്റ്ററി ആണെന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ Day 1 എന്ത് ചെയ്യുക, ഹാരപ്പൻ സിവിലൈസേഷൻ, ഗുപ്ത ഡൈനാസ്റ്റി വരെയുള്ള പോയിന്റ്സുകൾ പഠിച്ചു പോകാം. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ എന്ത് പഠിക്കണം, റീസണിങ്ങിൽ എന്ത് പഠിക്കണം എന്ന് ഡെയിലി ബേസിസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഇതെന്താണ്, ടൈംലി ബേസിസ് ആണ്. 2 മണിക്കൂർ എന്ന സമയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഓരോ പോർഷനിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതെന്നുള്ളൊരു ബേസിസിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് പോവാം. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കൊരു ബേസ് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത്. ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾക്ക് അറിയാം, SSC CGLൻ്റെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ് നമ്മളെ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കി പഠിക്കുകയാണെങ്കിൽ അങ്ങനെയും നോക്കി പഠിക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ പ്രോ ബാച്ച് എന്ന് പറയുന്ന ഒരു പ്രോ ബാച്ചും പോകാറുണ്ട്. ആ പ്രോ ബാച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 75 ഡേയ്സിൻ്റെ ഈ പറയുന്ന പോലെ വർക്കൗട്ട് സെഷൻസ്, അതായത് 75 ഡേയ്സിൻ്റെ സ്റ്റഡി ടേബിൾ തന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് വന്ന് എന്ത് ചെയ്യുക, അതിൻ്റെ PYQs അറ്റൻഡ് ചെയ്ത് നോക്കണം. അങ്ങനത്തെയൊക്കെ കുറേ സെഷൻസ് നമ്മുടെ ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചും കൂടെ പ്രോ ആയവർക്ക് വേണ്ടിയിട്ടുള്ള പ്രോ ലെവൽ ബാച്ച് ഉണ്ട്. ഈ പറയുന്ന SSC CGL കോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് ആണ്. ഫൗണ്ടേഷൻ ക്ലാസ് ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സസും ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഗൈഡൻസ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു പോർഷൻസ് വേണം, അതായത് റേഷ്യോ വേണം, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വേണം. അപ്പോൾ അതിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാം, ക്ലാസ്സസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ബേസ് ഒട്ടുമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി പഠിച്ചു വരാനായിട്ടുള്ള ശ്രമങ്ങൾ തുടരാം. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം കൃത്യമായി മനസ്സിലാക്കുക. ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറയുന്നത്. എല്ലായിടത്തും പോയി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നേക്കാളും ഒരു ഇൻഫർമേഷൻ എല്ലാം ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് കണ്ട് മനസ്സിലാക്കി തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ യൂണിറ്റ്സും കവർ ചെയ്തായിട്ട് പോകാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെങ്കിൽ SSC CGL ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. പ്രോ ലെവൽ ബാച്ചും ഉണ്ട്. ഈ SSC CGLൻ്റെ ഫൗണ്ടേഷൻ്റെ ഉൾപ്പെടെയുള്ള ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്പറിൽ വിളിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ടൈംലി ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ വീക്ക്ലി ബേസിസിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ 90 ഡേയ്സ് പ്ലാനിനെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ ടൈംലി ബേസിസിൽ പഠിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക, വീക്ക്ലി ബേസിസിൽ പഠിക്കുക. വീക്ക്ലി ബേസിസിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വീക്ക് 1 എന്ത് ചെയ്യുക, എന്ത് പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക. വീക്ക് 1 നിങ്ങൾ മാത്സിൻ്റെ നമ്പർസ്, അതായത് വീക്ക് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരാഴ്ചത്തിൻ്റെ സമയം. ഈ ഒരാഴ്ചത്തെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്പർ സിസ്റ്റം പഠിക്കുക, ഹിസ്റ്ററി, ഇപ്പോൾ ജനറൽ അവയർനെസ് GK എന്ന് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ GK എന്ന് ഹിസ്റ്ററി പഠിക്കുക, നമ്മുടെ ഇൻ്റലിജൻസ് റീസണിങ്ങിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അനലോഗി പഠിക്കുക, ഇംഗ്ലീഷിൽ നിന്ന് എന്ത് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പോട്ടിംഗ് എറേഴ്സ് പഠിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഉണ്ടാക്കുക. ഒരാഴ്ചത്തെ ടൈം ടേബിൾ ഞാൻ ഇത്രയെങ്കിലും മിനിമം കവർ ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾ കവർ ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ അങ്ങനെ 1 മണിക്കൂർ ഉള്ളൂ നിങ്ങളുടെ ടൈം, അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും കൊടുക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി 30 മിനിറ്റ് കൊടുത്ത് നിങ്ങൾ പഠിച്ചാൽ മതി. ഒരാഴ്ച എടുത്ത് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഈ ആഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദിവസമുണ്ട്, 7 ദിവസമുണ്ട്. 6 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്സുകൾ കവർ ചെയ്യുക. 7ാമത്തെ ദിവസം ഇതിൻ്റെ എന്ത് ചെയ്യുക, മോക്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ PYQs അറ്റൻഡ് ചെയ്യുക. PYQs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷണൽ മോക്കോ അല്ലെങ്കിൽ PYQs ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് അത് പറഞ്ഞ ബുക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്പോൾ തന്നെ ഇതിൻ്റെയൊക്കെ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡെയിലി എന്ത് ചെയ്യുക, ഒരു 50 to 60 ക്വസ്റ്റ്യൻസ്,
അല്ലെങ്കിൽ മിനിമം നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണോടാ, 40 ക്വസ്റ്റ്യൻസ് എങ്കിലും മിനിമം നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്ന് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഞാൻ 40 ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്യേണ്ട, അതിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. പക്ഷേ അല്ലാണ്ട് ഒരു 40 ക്വസ്റ്റ്യൻസ് മിനിമം നിങ്ങൾ ഓരോ യൂണിറ്റിൽ നിന്ന് കവർ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി വീക്ക് 2ലേക്ക് പഠിക്കാനുള്ള സാധനം പെർസെൻറ്റേജ് ആണ്, ജിയോഗ്രഫി ആണ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ കംപ്ലീഷൻ ഓഫ് ഇൻകംപ്ലീറ്റ് പാറ്റേൺ ആണ്, അതുപോലെ ഇംഗ്ലീഷിൽ നിന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ഇങ്ങനെ ഓരോ സെറ്റായിട്ട് ഓരോ സബ്ജക്റ്റിൽ നിന്നും പഠിക്കാനായിട്ടുള്ളൊരു ശ്രമം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്താവും ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വീക്ക്ലി ബേസിസിൽ പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് പക്ഷേ 7ാമത്തെ ദിവസമായിട്ടുള്ള സൺഡേ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഫുൾ റെഗുലർ മോക്ക് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ മാർക്ക് അനലൈസ് ചെയ്യാനായിട്ട് നോക്കുക. എന്താണ് നിങ്ങളിവിടെ മിസ്റ്റേക്ക് വരുത്തിയത്, അല്ലെങ്കിൽ സെക്ഷണൽ മോക്ക് അല്ലെങ്കിൽ PYQs അറ്റൻഡ് ചെയ്യുക. ഇപ്പോൾ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ പല ചാനൽസിൻ്റെ ആയാലും നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഇപ്പം യൂട്യൂബിൽ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പെർസെൻറ്റേജിൻ്റെ ക്വസ്റ്റ്യൻസ്. സെക്ഷണൽ മോക്കുകൾ ഉണ്ടെങ്കിൽ സെക്ഷണൽ മോക്കുകൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിൽ ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. വീക്ക് 3ലേക്ക് എന്താണ്, വീക്ക് 4 എന്താണ്, വീക്ക് 5 എന്താണ്, 6 എന്താണെന്നൊക്കെ ഉള്ളൊരു കാര്യം ഇവിടെ ബേസിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെന്ത് ചെയ്യാം, ഫോളോ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഇങ്ങനെ വീക്ക് അനുസരിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പഠിക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ വീക്ക് 7. ഇവിടെ ഞാനിപ്പോൾ എന്താണ് ഓരോ ദിവസം ആൻറ്റണിംസ് സിനോണിംസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മൾ ഡെയിലി ബേസിസിൽ പഠിക്കേണ്ട വൊക്കാബ്സ്, കറണ്ട് അഫയേഴ്സ്, മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻ അങ്ങനെ തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതിലൊരു മാറ്റവും വരുത്തല്ലേ. ഇവിടെ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്ത് വീണ്ടും പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. വീക്ക് 7 എന്താണ് പഠിക്കേണ്ടത്, വീക്ക് 12 വരെയുള്ള, അതായത് 9 മന്ത്സിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യാനായിട്ട് നോക്കുക, ഒരുപാട് PYQs അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതൊന്ന് ചെയ്യുക. ഇനി അടുത്ത് ഡെയിലി നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരാണ്, വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പഠിത്തത്തിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ബേസിസിൽ രാവിലെ തൊട്ട് എണീറ്റിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളൊരു ടൈം ടേബിളാണ് ഈ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 7:30 തൊട്ട് 8:30 വരെ രാവിലെ എണീക്കണമെന്ന് പോലും പറയുന്നില്ല. ഇപ്പോൾ നിങ്ങൾ 6 മണിക്ക് എണീറ്റ് നിങ്ങളുടെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഒരു 7:30 തൊട്ട് പഠിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ അത് സിമ്പിളായിട്ടുള്ളൊരു ഒരു ടൈം ടേബിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുന്നവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പഠിക്കാൻ വേണ്ടി SSC CGL മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ SSC എക്സാമിനേഷനാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എയിം എന്ന് വിചാരിച്ച് പഠിക്കാനിരിക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. 7:30 to 8 എന്ത് ചെയ്യുക, സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് കറണ്ട് അഫയേഴ്സ്. റീഡ് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ റിലേറ്റബിൾ ആയിട്ടുള്ള ന്യൂസ് സോഴ്സസോ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. 8:30 to 9 നിങ്ങളുടെ പേഴ്സണൽ റെഗുലർ ടാസ്കുകൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ശരിക്കും ടൈം ഉള്ളത് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന എത്രയോ ടൈം ടേബിൾസ് ഉണ്ടെന്ന് അറിയാമോ. നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് നിങ്ങളുടെ 100% കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് CGL എന്ന് പറയുന്നത്. നിങ്ങളുടെ ടൈം മാത്രം കൊടുത്താൽ മതി. ഇതിലിപ്പോൾ കണ്ടോ, വളരെ കുറച്ച് ടൈമേ നിങ്ങൾ വേണ്ടി വരുന്നുള്ളൂ. 7:30 to 8:30. അത് കഴിഞ്ഞതാ ഇവിടെ കണ്ടോ 9:30 to 11 എന്ന് പറയുന്ന ഒരു ടൈമിലേക്ക് നിങ്ങൾ മാത്സിൻ്റെ ടോപ്പിക്സുകൾ കവർ ചെയ്യുക. ഒരു 10-15 ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. മിനിമം നമ്മൾ ഓരോ ദിവസമായിട്ട് നമ്മുടെ എഫിഷ്യൻസി കൂട്ടി വരണം. 25 ക്വസ്റ്റ്യൻസ്, 50 ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഒരു രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എത്താനായിട്ട് ശ്രമിക്കണം. വീണ്ടും ഒരു ബ്രേക്കാണ്. അത് കഴിഞ്ഞ് വീണ്ടും പഠിക്കാതിരിക്കുന്നത് 11:15 തൊട്ട് 1 മണി വരെ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാമർ റൂൾസുകൾ പഠിക്കുക. ടെൻസസ് ഉണ്ട്, നമ്മുടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്സ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി അടുത്ത് വീണ്ടും എന്താണ്, ലഞ്ചായി, റെഗുലർ ആക്ടിവിറ്റീസ്, ഫോൺ കളിക്കാനുണ്ടെങ്കിൽ ഫോൺ കളിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ നിങ്ങൾ കൃത്യമായി പഠിക്കുന്ന ഒരാളാണെങ്കിൽ കൃത്യമായി തന്നെ ഇരുന്ന് പഠിക്കാവുന്ന ഒരു പാറ്റേൺ ആണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാറ്റിക് GK അല്ലെങ്കിൽ GK എന്ന് പറയുന്ന പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് ഇവിടെ വരുന്ന എന്താണ്, 3 മണി തൊട്ട് 5 മണി വരെ വീണ്ടും എന്താണ്, 3 മണി തൊട്ട് 5 മണി വരെ വീണ്ടും നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അതായത് മാത്സ് തന്നെയാണ്. കാരണം മാത്സിന് നമ്മൾ അത്യാവശ്യം നല്ല ടൈം കൊടുക്കണം. മാത്സ് നന്നായിട്ട് ചെയ്ത് എന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടി നമ്മുടെ ആക്യുറസി ഒക്കെ കൂട്ടി വന്നാൽ മാത്രമേ നമുക്ക് അത് എന്ത് ചെയ്യത്തുള്ളൂ, നന്നായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിന് പ്രത്യേകം 2 ടൈം കൊടുത്തിരിക്കുന്നത് കേട്ടോ. 2 ടൈം വീണ്ടും എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ റെഗുലർ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, കുളിക്കുന്നു, അല്ലെങ്കിൽ വേറെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും 6 മണി തൊട്ട് 7 മണി വരെ എന്താണ്, ലോജിക്കൽ റീസണിങ്, നിങ്ങളുടെ റീസണിങ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. വീണ്ടും
ഡിന്നറിൻ്റെ ബ്രേക്ക് ആവുന്നു. അത് കഴിഞ്ഞ് 7:45 തൊട്ട് 9:15 എന്ന് പറയുന്ന ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് എടുക്കുന്നു. ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് 3 മണിക്കൂറിൻ്റെ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ ടെസ്റ്റും എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ സ്ട്രോങ് പോയിന്റ്സ്, നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് വന്നത് അതൊക്കെ എഴുതി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ഡെയിലി റിവിഷൻ, എവിടെയാണ് തെറ്റ് പറ്റിയെന്നൊക്കെ ഉള്ള പോർഷൻസ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അടുത്ത ദിവസത്തിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഷെഡ്യൂളും ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് 10:45 11:30 ആകുമ്പോൾ 12 മണിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് ഫോണൊക്കെ കളിച്ചിട്ട് കിടക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു എന്താണ് ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടൈം ടേബിൾ പഠിച്ചു പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ടൈംസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചാണ് ഏറ്റവും കൂടുതൽ പാടുന്നത്, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, വേറെ എന്തെങ്കിലും പഠിക്കുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ടൈം കിട്ടാതെയുള്ള. അല്ലാതെ വെറുതെ വീട്ടിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിട്ട് സ്പെൻഡ് ചെയ്യാനിരിക്കുന്നവർ, പഠിക്കാൻ വേണ്ടിയായിട്ടിരിക്കുന്നവർക്ക് നല്ല ടൈമുണ്ട്. അത് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഈ വർഷത്തെ SSC CGL നിങ്ങൾ മാക്സിമം ക്രാക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. അതിനുള്ള ഡെഡിക്കേഷനും ഹാർഡ് വർക്കും പേഷ്യൻസും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വർഷത്തെ SSC CGL ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കൺവേ ആയിട്ട് നിങ്ങളത് നിങ്ങളുടെ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിനെ അഡോപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നല്ലൊരു ജോലി നേടിയെടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.